ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആശ. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഏഞ്ചൽ നമ്പേഴ്സിനെ കുറിച്ചിട്ട്. രണ്ട് ഏഞ്ചൽ നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. വളരെ അത്ഭുതകരമായ രീതിയിൽ തന്നെ നമുക്ക് റിസൾട്ട് തരുന്ന, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പണം നമ്മളിലേക്ക് ആകർഷിച്ചെടുക്കാൻ സഹായിക്കുന്ന വളരെ പവർഫുള്ളായ രണ്ട് ഏഞ്ചൽ നമ്പേഴ്സാണ്. ഞാൻ പ്രാക്ടീസ് ചെയ്തു, റിസൾട്ട് കിട്ടി. പരിപൂർണ്ണ വിശ്വാസത്തോടു കൂടി നിങ്ങളും പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് സ്റ്റോറി ഉണ്ടാകും. അപ്പോൾ ഏതൊക്കെയാണ് ഏഞ്ചൽ നമ്പേഴ്സ് എന്നും എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് എഴുതേണ്ടതെന്നും ഒക്കെ ഞാൻ പറഞ്ഞു തരാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും ഓഡിയോസും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട്, ഉപകാരപ്രദമാകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മെയ് മാസം 6-ാം തീയതി എൻ്റെ പുതിയ വാട്സപ്പ് ക്ലാസ്, പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ. ക്ലാസ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരാം കേട്ടോ. ഇപ്പം മെയ് മാസം 1-ാം തീയതി ഞാൻ മോർണിംഗ് ക്ലാസ് ഓൺലൈനായിട്ടുള്ള മോർണിംഗ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. 5 മണി മുതൽ 6 മണി വരെ രാവിലെ. അപ്പോൾ അതിൽ ഇപ്പോഴും അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കഴിയുന്നതും ഇന്ന് തന്നെ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ ക്ലാസ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുതരാം കേട്ടോ. ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, നമുക്ക് രാവിലെ മോട്ടിവേഷനോ അല്ലെങ്കിൽ നല്ല നല്ല അറിവുകളൊക്കെ ഷെയർ ചെയ്യുന്ന ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് കൊടുത്തേക്ക്. അതുവഴി നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ആഡ് ആകാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ പവർഫുള്ളായിട്ടുള്ള 2 ഏഞ്ചൽ നമ്പേഴ്സാണ്. ഇത് പ്രാക്ടീസ് ചെയ്ത് ഒരു 3-4 ദിവസത്തിനകം തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും. എത്രത്തോളം വിശ്വാസത്തോടു കൂടി പണം അൺഎക്സ്പെക്റ്റഡായിട്ട് കിട്ടുമെന്ന് എത്രത്തോളം വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു എന്നതനുസരിച്ച് നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും. ഞാൻ പ്രാക്ടീസ് ചെയ്തു, റിസൾട്ട് കിട്ടി. അതുകൊണ്ടാണ് നിങ്ങളോട് ഷെയർ ചെയ്ത് ഞാനത് പറഞ്ഞായിരുന്നു. അപ്പോൾ ഏതൊക്കെയാണ് ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞുതരാം. 520741 ഒരുമിച്ച് എഴുതരുത്, താഴെ എഴുതുക. 520741 ഞാൻ എഴുതി കാണിക്കുന്നത് പോലെ നിങ്ങൾ എഴുതുക. അപ്പം ഈ 2 നമ്പറും എങ്ങനെയൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മുടെ അറിയാലോ, നമുക്ക് ഏഞ്ചൽ നമ്പേഴ്സ് സാധാരണ സ്വിച്ച് വേർഡ്സും ഒക്കെ നമ്മൾ ശരീരത്തിൻ്റെ ഇടത് ഭാഗത്താണ് എഴുതാറുള്ളത് അല്ലേ. അതുപോലെ തന്നെ ഈ സ്വിച്ച് വേർഡും നമുക്ക് ഇടത് ശരീരഭാഗത്ത് എവിടെ വേണേലും എഴുതാവുന്നതാണ്. പച്ച കളർ മഷി ഉപയോഗിച്ച്, പേനയുടെ മഷിയുടെ നിറം പച്ച കളറായിരുന്നാൽ ഏറ്റവും നല്ലത്. ഇനി നീലയാണുള്ളതെങ്കിൽ ഒരു കുഴപ്പമില്ല, നീല വെച്ചിട്ടും നമുക്ക് എഴുതാവുന്നതാണ്. സ്കെച്ച് പെൻ ആണെങ്കിലും എഴുതാം. ഏത് ഇങ്കാണെങ്കിലും പച്ച കുറച്ചുകൂടെ നല്ലതായിരിക്കും, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഇത് ഞാൻ ഇപ്പോൾ കയ്യിൽ എഴുതിക്കുന്നില്ലേ, 520741. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക്, ഇതിപ്പോൾ ഞാൻ ഈ ബ്ലൂ കളർ ഇങ്ക് വെച്ചിട്ടാണ് എഴുതിക്കുന്നത്. നിങ്ങൾ കഴിയുന്നത് ഗ്രീൻ എടുക്കാൻ ശ്രമിക്കുക. മേളിലും താഴെയായിട്ട് തന്നെ എഴുതുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പുറത്തോട്ടൊക്കെ പോകുന്നവരാണെങ്കിൽ ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടേക്കുമ്പോൾ ബുദ്ധിമുട്ടാണെങ്കിൽ ആരും കാണാത്ത ഭാഗത്ത്, ശരീരത്തിൻ്റെ ഇടതുഭാഗത്ത് എഴുതി സൂക്ഷിക്കുക. അത് അഴിഞ്ഞു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പുറത്തൂടെ വീണ്ടും 3 ദിവസം അത് പരിപൂർണമായിട്ട് മാഞ്ഞു പോവാതെ നിങ്ങൾ ആവർത്തിച്ച് അതിൻ്റെ പുറത്തൂടെ എഴുതാൻ ശ്രമിക്കുക കേട്ടോ. ഇനി ഇതൊരു മെത്തേഡ്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എഴുതാം. എത്ര തവണ എഴുതണം? എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എത്ര തവണയാണെന്ന് എഴുതേണ്ടത്. സ്വിച്ച് വേർഡ്സുകൾ സാധാരണ 45 ടൈംസ്, 45 തവണ അല്ലെങ്കിൽ 108 തവണയാണ് സ്വിച്ച് വേർഡ്സ് സാധാരണ എഴുതാറുള്ളത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒന്നിനും എണ്ണം വയ്ക്കുക. കാരണം എനിക്ക് കിട്ടുന്ന സമയത്ത് ഞാൻ വിശ്വാസത്തോടു കൂടി എണ്ണം നോക്കാതെ പറയാറുണ്ട് കേട്ടോ. എഴുതുന്നതും അങ്ങനെ തന്നെയാണ്. എനിക്ക് വളരെ വിശ്വാസത്തോടു കൂടി ഞാൻ എഴുതാറുണ്ട്. അതുകൊണ്ട് അങ്ങനെ എണ്ണം നോക്കിയില്ലെന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നമില്ല. എണ്ണം നോക്കിയാലും വളരെ നല്ലതാണ്. നിങ്ങളുടെ സൗകര്യാർത്ഥം നിങ്ങളത് ചെയ്യുക. നമ്മൾ എത്രത്തോളം എഴുതുന്നു എന്നതിലല്ല, 2 പ്രാവശ്യമാണെങ്കിൽ അത്രയും വിശ്വാസത്തോടു കൂടി അതിൽ റിസൾട്ട് കിട്ടും എന്നുള്ള ആ പൂർണ്ണ വിശ്വാസത്തോടു കൂടി എഴുതുന്നതിലാണ് കാര്യം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുക. 45 അല്ലെങ്കിൽ 108, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇങ്ങനെയാണ് അതിൻ്റെ എണ്ണം, ഇതാണ്. നിങ്ങളുടെ സൗകര്യാർത്ഥം എഴുതുക കേട്ടോ. ഇനി
പറയുന്നതും ഇതേ എണ്ണം തന്നെയാണ്, 45 അല്ലെങ്കിൽ 108 ടൈംസ്. എനിക്ക് ഞാനത് എണ്ണം നോക്കാറില്ല. ചിലപ്പോൾ ഞാൻ കിച്ചണിൽ നിൽക്കുമ്പോഴോ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴോ ചെടികൾക്ക് വെള്ളം ഒഴിക്കുമ്പോഴോ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും ഏതെങ്കിലും സ്വിച്ച് വേർഡ്സോ ഏഞ്ചൽ നമ്പേഴ്സോ ഓർമ്മ വരുന്നത്. അന്നേരം എണ്ണം നോക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എണ്ണം നോക്കാതെ വിശ്വാസത്തോടു കൂടി ചെയ്യും. പിന്നെ പ്രധാനപ്പെട്ട കാര്യം, ഏത് ഏഞ്ചൽ നമ്പേഴ്സും ഏത് അഫർമേഷനും പറയുമ്പോഴും അത് എന്തിനു വേണ്ടിയിട്ടാണോ പറയുന്നത് അതെനിക്ക് സ്വന്തമായി എന്നൊരു വിഷ്വലൈസേഷനും ആ ഫീലിംഗും കൊടുത്തിട്ടേ ഞാനത് പറയാറുള്ളൂ. കാരണം ആ ഒരു ഫ്രീക്വൻസിയിൽ, ആ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം ഉള്ള ഒരാളുടെ ഫ്രീക്വൻസിയിൽ നമ്മൾ എത്തിച്ചേർന്നിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് വേഗത്തിൽ റിസൾട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചേക്കുക. വിഷ്വലൈസേഷൻ, എല്ലാത്തിനും വിഷ്വലൈസേഷൻ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നമുക്കുണ്ട്, ആ ആഗ്രഹിക്കുന്ന കാര്യം നമുക്കുണ്ടെന്നുള്ളൊരു ഫീലിംഗ് വരിക. ഈ പ്രാക്ടീസൊക്കെ ചെയ്യുമ്പോൾ പണം കിട്ടാനുള്ള മാർഗങ്ങളൊന്നും നിലവിലില്ലെങ്കിൽ അത് നമ്മളായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട. അയ്യോ ഈ മാർഗത്തിലൂടെയാണ്, അല്ലെങ്കിൽ ഇനി പണം തരാനുള്ളവരായിരിക്കുമോ ഈ സമയത്തിനിടയ്ക്ക് എനിക്ക് തരിക, അങ്ങനെയൊന്നും നിശ്ചയിച്ച് വെക്കേണ്ട. അത് ഈശ്വര നിശ്ചയമാണ്. എവിടെ കൂടെ എങ്ങനെയാണ് പണം വരുന്നതെന്നുള്ളത് ഈശ്വര നിശ്ചയം. അപ്പോൾ അതൊന്നും നമ്മൾ നോക്കണ്ട. എനിക്ക് പണം കിട്ടും, ഒരു 48 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3 ദിവസത്തിനകത്ത് തീർച്ചയായിട്ടും എനിക്ക് പണം കിട്ടുന്നൊരു വിശ്വാസം മാത്രം മതി നിങ്ങൾക്ക് സ്വന്തമായിട്ട് വേണ്ടത്. അതുപോലെ ആത്മാർത്ഥമായിട്ടുള്ള പ്രാക്ടീസ്, ഇത് രണ്ടും ചെയ്താൽ ഉറപ്പായിട്ടും ഒരു 3-4 ദിവസത്തിനകം എൻ്റെ മെസ്സേജ് എൻ്റെ കമൻറ്റ് ബോക്സിൽ ധാരാളം സക്സസ് സ്റ്റോറീസ് വരുമെന്ന് എനിക്ക് പരിപൂർണ്ണ വിശ്വാസമുണ്ട്. നിങ്ങൾ ചെയ്തോളൂ കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ ഈ പ്രാക്ടീസിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ എന്നെ ഇപ്പോൾ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. ചിലപ്പോൾ കഴിയുന്നതും ഫോൺ അറ്റൻഡ് ചെയ്യാറുണ്ട്. ഇനി അറ്റൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, തിരക്കുകൾ കാരണമോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് ക്ലാസ്സുകളും ഒക്കെ ഉള്ളത് കാരണം എടുക്കാതിരിക്കുന്നതായിരിക്കും. അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വോയിസ് റെക്കോർഡുകളായിട്ട് അയക്കുക. ടൈപ്പ് ചെയ്തും കഴിയുന്നത് അയക്കാതിരിക്കാൻ ശ്രമിക്കുക. വോയിസ് ആയിട്ട് അയക്കുമ്പോൾ എനിക്കത് കേൾക്കാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അപ്പോൾ കഴിയുന്നതും ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ലവ് അഫെയർ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഞാൻ ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ മുൻപും പറഞ്ഞിട്ടുണ്ട്. ഈ പ്രാക്ടീസുകളൊന്നും പറഞ്ഞു കൊടുക്കുക. ദേഷ്യമൊന്നുമല്ല, പ്രണയത്തോട് ഒരു വിരോധവും ഇല്ല. എനിക്ക് എല്ലാത്തിനും ഇഷ്ടമാണ്. പ്രണയം സത്യമായ വികാരമാണ്. അതെല്ലാം മാനിച്ചുകൊണ്ട് തന്നെ പറയുന്നത്. ആ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾ എന്നോട് ചോദിക്കരുത്, എനിക്ക് ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞു തരാൻ. അത് അത് എൻ്റെ മാത്രമായിട്ടുള്ളൊരു ചിന്തയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വേറെ എന്ത് കാര്യത്തിന് വേണമെങ്കിലും നിങ്ങൾക്ക് എൻ്റെ ഹെൽപ്പ് ചോദിക്കാം. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രാക്ടീസ് ചെയ്യേണ്ടത്. മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് കേട്ടോ. പണം എന്നതൊരു ഊർജ്ജമാണ്. പണം എന്ന ഊർജ്ജത്തിന് നമ്മുടെ മനസ്സിൽ നമ്മുടെ ഊർജ്ജം അതുമായിട്ട് ഈക്വൽ ആകുമ്പോൾ പണം നമ്മളിലേക്ക് വരുന്നു എന്നല്ലേ പറയുക. അപ്പോൾ നമ്മൾ പണം കിട്ടാനായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പറഞ്ഞതുപോലെ ആ പണം ഇപ്പോൾ ഉള്ള ഒരു വരണം. നമ്മുടെ കയ്യിൽ നിലവിലെ സാഹചര്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. പൈസ ഇല്ല, ബുദ്ധിമുട്ടുകളുണ്ട്, ബാധ്യതകളൊക്കെ ഉണ്ട്. അതിനെ അക്സെപ്റ്റ് ചെയ്ത് അതിനെ ഓർത്ത് കരയാതെ വിഷമിക്കാതെ, അതിനെ ഓർത്ത് ആരിലും അതിൻ്റെ പഴി ചാരാതെ അവരാണ് കാരണം ഇവരാണ് ആരുമല്ല, അതൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ട് ഓക്കെ ഇതല്ല എനിക്ക് ആവശ്യം, നിലവിലെ സാഹചര്യം അക്സെപ്റ്റ് ചെയ്യുന്നു, എനിക്ക് വേണ്ടത് സമൃദ്ധമായൊരു ജീവിതമാണ്. അപ്പോൾ അതിങ്ങനെ നമ്മൾ സ്വപ്നം കണ്ടിട്ട് അല്ലെങ്കിൽ അതിങ്ങനെ ആ ഒരു ലൈഫാണ് എനിക്കിപ്പോൾ ഉള്ളതെന്ന് മനസ്സിൽ ഇങ്ങനെ വിഷ്വലൈസേഷൻ കൊടുത്തിട്ട് ആ ഒരു സന്തോഷത്തോടു കൂടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് റിസൾട്ട് വരുന്നത് തീർച്ചയായിട്ടും കുറച്ചുകൂടെ വേഗത്തിൽ നിങ്ങളിലേക്ക് റിസൾട്ട് വരും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ പണത്തെ ചൊല്ലി ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കും. നിങ്ങൾക്ക് എല്ലാ ഈ ബുദ്ധിമുട്ടുകളൊക്കെ മാറി എല്ലാ സമ്പദ് സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെയുള്ള നല്ലൊരു ജീവിതം ഉണ്ടാകും. വിശ്വാസത്തോടു കൂടി പ്രാക്ടീസ് മുന്നോട്ട് കൊണ്ടുപോവുക. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ മന്ത്രവാദമോ മായയോ അല്ലെങ്കിൽ ജ്യോതിഷമോ അങ്ങനെ നിങ്ങളുടെ ഭാവി പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഇതായിട്ടൊന്നും നിങ്ങളിതിനെ കാണുക. ഇതൊരു ദിനചര്യ പോലെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു ഭാഗം പോലെ നിങ്ങളിത് കൊണ്ടുപോവുക. ഒരു സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടല്ല, നമ്മളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, നമുക്ക് ഭൂമിയിൽ സമാധാനമായിട്ട് ജീവിക്കാനുള്ള നല്ല ശീലങ്ങൾ എന്നോണം നിങ്ങളിത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയാൽ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സ്വപ്നം കാണുന്ന ഒരു ജീവിതത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ ഉറപ്പായിട്ടും സാധിക്കും. ദയവേത് നിങ്ങൾ
പെട്ടെന്ന് ഒരു മാജിക്കലി അല്ലെങ്കിൽ ഒരു എന്താണ് മാന്ത്രികത ഉള്ള ഒന്നുമായിട്ട് കാണും. സാധാരണ എല്ലാ മനുഷ്യരിലും പ്രവർത്തിക്കുന്ന ഒന്ന് തന്നെയാണ് ലോ ഓഫ് അട്രാക്ഷൻ. നമ്മളത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എല്ലാ മനുഷ്യരിലും പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ കാണും. അപ്പോൾ ഈ ചിന്തകളുടെ ശക്തി മനസ്സിലാക്കി ശരിയായ ദിനചര്യയിലൂടെ ഇതിലൂടെ നന്മകൾ ജീവിതത്തിലേക്ക് നമുക്ക് ആകർഷിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഇന്ന് ചോദിച്ചു നാളെ പണം കിട്ടാനോ, ഇന്ന് സന്തോഷകരമായ ജീവിതം ചോദിച്ചു അടുത്ത ആഴ്ച അത് കിട്ടാനോ ആർക്കും പറയാം. എനിക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല ഇന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യൂ അടുത്ത ആഴ്ച നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടും. ഇന്നിപ്പോൾ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ കുഞ്ഞു മണി മാനിഫെസ്റ്റേഷനൊക്കെ പറയാൻ സാധിക്കും. പ്രാക്ടീസ് ചെയ്തു റിസൾട്ട് കിട്ടി. പക്ഷേ ശാശ്വതമായ ഒരു റിസൾട്ടിന് വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. 3-ാം ദിവസം നിങ്ങൾക്ക് ജോലി കിട്ടിയിരിക്കും, അല്ലെങ്കിൽ 3-ാം ദിവസം നിങ്ങൾ സമ്പന്നനായിരിക്കും എന്നൊന്നും പറയാം. അത് എത്രത്തോളം ആത്മാർത്ഥതയോടുകൂടി നിസ്വാർത്ഥമായ ഭാവത്തോടുകൂടി നമ്മൾ ഈ പ്രാക്ടീസുകൾ ചെയ്യുന്നു എന്നതിനനുസരിച്ച് തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കി. ഇതൊരു മായയൊന്നും അല്ല കേട്ടോ. ദിനചര്യയെ ഞാൻ ശരിക്കും ഇത് കാണുന്നത് വെച്ചാൽ എന്നിൽ വന്നൊരു നല്ല സ്വഭാവ സവിശേഷത അല്ലെങ്കിൽ ഒരു നല്ല ശീലം എന്നൊക്കെ നമുക്കിതിനെ ആക്കിയെടുക്കാം. ഇതിനെ ലോ ഓഫ് അട്രാക്ഷനെ ഞാൻ കാണുന്നത് എൻ്റെ ജീവിതത്തിൽ നല്ല ദിനചര്യ ആയിട്ട് മാറിയിട്ടുണ്ട്. നല്ല സ്വഭാവം എന്നിൽ നല്ല സ്വഭാവമായിട്ട് മാറിയിട്ടുണ്ട്. ഇത്തരത്തിലൊക്കെയാണ് ഞാൻ അതിനെ നല്ല എൻ്റെ മനസ്സിലെ വിശ്വാസത്തിനെ കൂട്ടാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നല്ല മനുഷ്യനായിട്ട് മാറാനായി എന്നിലേക്ക് വന്നൊരു ഗുണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ലോ ഓഫ് അട്രാക്ഷനെ കാണുന്നത്. അതുപോലെ തന്നെ അതെനിക്ക് റിസൾട്ട് നൽകുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും എന്നെ വിളിക്കുന്ന നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ മണി കിട്ടുമോ, ഇത് പ്രാക്ടീസ് ചെയ്താൽ പെട്ടെന്ന് പണം കിട്ടുമോ, അല്ലെങ്കിൽ പെട്ടെന്ന് വീട് കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ എനിക്ക് സാധിക്കില്ല. അതാണ് സത്യവും. അപ്പോൾ അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം ഈശ്വരന് സമർപ്പിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കത് അതിൻ്റെ റിസൾട്ട് കിട്ടും എന്ന് പറയാൻ എനിക്ക് സാധിക്കും. കാരണം അതെൻ്റെ കയ്യിൽ അതിനുള്ള റിസൾട്ടുകളുണ്ട്. എനിക്ക് എൻ്റെ ജീവിതത്തിലൂടെ പറയാൻ പറ്റും, ഞാൻ പഠിപ്പിച്ചു കൊടുത്ത സ്റ്റുഡൻസിൻ്റെ ലൈഫിലൂടെ പറയാൻ പറ്റും. സ്ഥിരമായിട്ട് പ്രാക്ടീസ് നിസ്വാർത്ഥമായ രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോയാൽ അത്ഭുത സമാനമായ ജീവിതം നമുക്ക് നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നതൊക്കെ നേടിയെടുക്കാൻ പറ്റും. പക്ഷേ അത് ആദ്യമേ അതിന് വേണ്ടിയിട്ടാകരുത്. നല്ല ഒരു ശീലം, നല്ല ഒരു ദിനചര്യ അല്ലെങ്കിൽ ജീവിതചര്യ എന്നുള്ള രീതിയിൽ നമ്മളിതിനെ കൊണ്ടുപോകുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ കണ്ടൻറ്റ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.